ഇനി കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്, വലിയ ആശങ്കയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം, അതുൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ. അങ്ങനെ ഇതിനൊക്കെ കാരണമാകുന്നത് ഈ കെട്ടിക്കിടക്കുന്ന അഴുക്കുചാലുകളാണ്, അല്ലെങ്കിൽ ഒരുപാട് നാളുകളായി ആരും ഉപയോഗിക്കാതെ കിടക്കുന്ന കുളങ്ങളാണ് എന്നൊക്കെയുള്ള പഠനങ്ങൾ നമുക്ക് നേരത്തെ നമ്മുടെ മുന്നിലുണ്ട്. പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുന്ന പശ്ചിമ കൊച്ചിയിലെ കനാലുകൾ അത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട്. കൽവത്തി, രാമേശ്വരം, ഇരവേലി കനാലുകളിൽ ബാക്ടീരിയകളുടെയും രാസപദാർത്ഥങ്ങളുടെയും സാന്നിധ്യം രൂക്ഷവുമാണ്. കനാലുകൾ നവീകരിക്കാൻ 100 കോടിയുടെ പദ്ധതി ആലോചനയിലുണ്ടെങ്കിലും അധികൃതർ പ്രാഥമികമായ നടപടികൾ പോലും തുടങ്ങിയിട്ടില്ല എന്നതാണ് വസ്തുത. കനാലുകൾ അടിയന്തരമായി നവീകരിക്കണമെന്ന ആവശ്യം ഇതോടെ ശക്തമായിരിക്കുകയാണ്. 3000-ലധികം കോടിയുടെ പദ്ധതിയാണ് കൊച്ചി നഗരത്തിലെ കനാലുകൾ നവീകരിച്ച പാശ്ചാത്യ രീതിയിലേക്ക് മാറ്റുന്നതിനു വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ പശ്ചിമ കൊച്ചിയിലെ കനാലുകളോടുള്ള അവഗണന ഇപ്പോഴും തുടരുകയാണ്. മാലിന്യങ്ങൾ തളം കെട്ടിക്കിടക്കുകയാണ് പശ്ചിമ കൊച്ചിയിലെ കനാലുകളിൽ. പശ്ചിമ കൊച്ചിയിലെ പ്രധാന കനാലുകളാണ് രോഗവാഹകരായി മാറിയിട്ടുള്ളത്. കനാലുകളിൽ അനുവദനീയമായ അളവിൽ കൂടുതലാണ് നൈട്രേറ്റിന്റെയും സൾഫേറ്റിന്റെയും സാന്നിധ്യം. പരിസരവാസികൾ നേരിടുന്നത് കടുത്ത ഭീഷണി. കനാൽ നവീകരണത്തിനായി 100 കോടിയുടെ പദ്ധതി ആലോചനയിലുണ്ടെങ്കിലും ഇതുവരെ പ്രാഥമിക നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. കുറേ വർഷങ്ങളായിട്ട് കനാലിൽ നമുക്ക് ക്ലീനിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നിട്ടില്ല. എപ്പോഴും പദ്ധതികൾ വരുമ്പോൾ അത് പശ്ചിമ കൊച്ചിയെ അവഗണിച്ചുകൊണ്ടാണ് പദ്ധതികൾ സാധാരണ കോർപ്പറേഷൻ്റെ ആയാലും സംസ്ഥാനത്തിൻ്റെ ആയാലും വരുന്നത്. നമുക്കറിയാം, ഇവിടെ ഫോർട്ട് കൊച്ചി ബീച്ചുമായി ബന്ധപ്പെട്ടുള്ള നവീകരണ പ്രവർത്തനം നമ്മൾ കണ്ടതാണ്. 2.5 കൊല്ലം മുമ്പ് മന്ത്രി വന്നിട്ട് ഇതുവരെയും ഒരു കാര്യവും അവിടെ അനങ്ങിയിട്ടില്ല. അതോടൊപ്പം തന്നെ കനാൽ റിനോവേഷനായിട്ട് വന്നിരിക്കുന്ന പദ്ധതിയിൽ ഇപ്പോൾ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു 100 കോടി രൂപ പ്രഖ്യാപിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും നടക്കാൻ പോകുന്നില്ല. 1 മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരും. അത് 100 കോടി പ്രഖ്യാപിച്ചുകൊണ്ട് അതൊരു കനാൽ റിനോവേഷൻ എന്ന് പറഞ്ഞ് ഒരു പദ്ധതി ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് നാളെ ഇതുവരെയും കൗൺസിലിൽ ചർച്ചയോ അല്ലെങ്കിൽ എവിടേക്കാണ് ചെയ്യണേ ഒന്നും ആർക്കും ഒരു പിടുത്തമില്ല. വെള്ളപ്പൊക്കമുണ്ടായാൽ സ്ഥിതി രൂക്ഷമാകും. അതിനു മുൻപ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. പലതവണ ജനപ്രതിനിധികളോട് ആവശ്യപ്പെട്ടെങ്കിലും ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ആക്ഷേപം. പാശ്ചാത്യ രാജ്യങ്ങളിലെ കനാലുകൾ പോലെ വൃത്തിയാക്കിയില്ലെങ്കിലും തൽക്കാലം ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിലെങ്കിലും ഈ കനാലുകൾ ശുചീകരിക്കണം. അതല്ല എങ്കിൽ വലിയ രോഗവിപത്തിനാകും പശ്ചിമ കൊച്ചി സാക്ഷിയാകുക. കൊച്ചിയിൽ നിന്നാം വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.